ഹായ് ഫ്രണ്ട്സ്, ദീപ്തി സ്റ്റിച്ചിങ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ ക്ലാസ്സുകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പം 6 മാസത്തോളമായി എൻ്റെ ക്ലാസ്സുകളൊക്കെ മുടങ്ങിയിട്ട്. അപ്പം ഇന്ന് മുതൽ എൻ്റെ ക്ലാസ്സുകൾ ഒന്നിടവിട്ട് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. അപ്പം ആദ്യത്തെ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഫ്രോക്ക്, ഷിമ്മി, പെറ്റിക്കോട്ട്, കുഞ്ഞുടുപ്പുകൾ, ചുരിദാറ്, നൈറ്റി അങ്ങനെയുള്ളതൊക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പം കുറച്ച് നാളായിട്ട് ക്ലാസ് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് ഇന്ന് വീണ്ടും ഞാൻ ചുരിദാറിലാണ് തുടക്കം ഇടുന്നത്. നൈറ്റി ആണെങ്കിൽ പോലും 10-15 മോഡൽ നൈറ്റികൾ ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അപ്പോഴായിരുന്നു പെട്ടെന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതും പിന്നെ എനിക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ ആയിപ്പോയി. അപ്പം ഇന്ന് മുതൽ എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണണം. എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്ന് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു ചുരിദാറിൽ തന്നെ തുടക്കം ഇടാം. ഫ്രോക്കൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ടൊക്കെ കാണിക്കാം. അപ്പോൾ ഇത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഒരു ചുരിദാറിൻ്റെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ യൂണിഫോം സീസൺ ആയതുകൊണ്ട് ഒരുപാട് യൂണിഫോമത്തിൻ്റെ വർക്കുകളും ഒക്കെ വന്നതുകൊണ്ടും ഈ വീഡിയോ ചെയ്യാൻ ഇപ്പം വീണ്ടും പറ്റാതെയായി. അപ്പോൾ ഇന്ന് മുതൽ അത് വീണ്ടും ഞാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചുരിദാറിലൂടെ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് എന്നോട് ചോദിക്കാം. അപ്പം ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ബോഡിയിൽ നിന്ന് അളവെടുത്ത ഒരു ചുരിദാറിൻ്റെ അളവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ചുരിദാറിൻ്റെ ലെങ്ത് 40 ചെസ്റ്റ് 36, അത് വേസ്റ്റ് വരുന്നത് ഷേപ്പ് വരുന്നത് 40, ഹിപ്പ് വരുന്നത് 44, പിന്നെ സ്ലീവ് 11. ഇനി നമുക്ക് ചുരിദാർ കട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ ലെങ്ത് ആണ് നോക്കേണ്ടത്. ചുരിദാറിൻ്റെ ലെങ്ത് നോക്കണം. അപ്പോൾ ഈ ചുരിദാറിൽ 40 ഇഞ്ച് ലെങ്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പം 40 ഇഞ്ച് ലെങ്തിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പിടുക. അപ്പം 42 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ ഈ ചുരിദാർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ ആദ്യം ലെങ്ത് നോക്കണം. ഇവിടെ നിന്ന് താഴോട്ട് ഞാൻ ലെങ്ത് എടുക്കുക. 40 ഇഞ്ച് ലെങ്തിന് നമ്മൾ 42 ഇഞ്ച് ലെങ്ത് വലിച്ചിട്ടു. ദാ 42 ഇഞ്ച് ലെങ്ത് എടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഷോൾഡർ ആണ്. അപ്പം ഷോൾഡർ 15 ആണ്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച് ഷോൾഡർ ഞാൻ എടുത്തു. 7.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി. ഇനി താഴോട്ട് നമുക്ക് എത്രയാണോ കൈക്കുഴി വേണ്ടത് അത്രയും കൈക്കുഴി എടുക്കണം. അപ്പം ഞാൻ ഈ ഷോൾഡർ എടുത്ത അതേ കൈക്കുഴി തന്നെ താഴോട്ട് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഷോൾഡർ എത്രയാണോ അതിനനുസരിച്ചാണ് ഞാൻ കൈക്കുഴി എടുക്കുന്നത്. വണ്ണം ഉള്ളവർക്ക് ഒത്തിരി ചെസ്റ്റ് വലിപ്പം ഉള്ളവർക്കൊക്കെ ഇത്തിരി മാറ്റി എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ അതേ അളവാണ് താഴോട്ടും എടുത്തത്. എന്നിട്ട് നമുക്ക് കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത്യാവശ്യമുള്ളത് 3 അളവുകളാണ് അത്യാവശ്യമുള്ളത്. 3 അളവിൽ ഒരെണ്ണം നമ്മുടെ ചെസ്റ്റ് വണ്ണം 36 നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് 36. അപ്പം 36ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുമ്പോഴത്തേന് 40 ആവും. അപ്പം 40ന് നമ്മൾ 4 എടുക്കുമ്പം 10 ഇഞ്ച് 10 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് ഷേപ്പിൻ്റെ അളവാണ് നോക്കേണ്ടത്. ഷേപ്പ് മുകളിൽ നിന്ന് താഴോട്ട് 14.5 ഇഞ്ചാണ് ഞാൻ ഷേപ്പ് ഇതിന് എടുക്കുന്നത്. 14.5 ഇഞ്ച് ഷേപ്പ് എടുത്തു. ഷേപ്പ് വണ്ണം 36. അപ്പം 32. 32 4 കൂട്ടിപ്പോൾ 36. 36നെ 4 ഭാഗിച്ച് 9 ഇഞ്ച്. 9 ഇഞ്ച് വണ്ണം നമ്മൾ എടുത്തു. 9 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഹിപ്പാണ്. ഹിപ്പിൻ്റെ അളവ് എടുക്കുന്നുമ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തും. 20 ഇഞ്ച് ആണ് സ്ലിറ്റ് വരുന്നത്. അപ്പം 20 ഇഞ്ചിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഹിപ്പ് അടയാളപ്പെടുത്തും. ഹിപ്പ് 40 ഇഞ്ചാണ്. അപ്പം 40ൻ്റെ കൂടെ 4 കൂട്ടുമ്പം 44. 40ൻ്റെ കൂടെ 4 വേണമെന്നില്ല, 3 ഇഞ്ച് കൂട്ടിയാൽ മതി. പക്ഷെ ഇത് ഇത്തിരി കൂടെ വണ്ണമുള്ള ഒരാളായതുകൊണ്ട് ഞാനിതിന് 4 ഇഞ്ച് കൂട്ടുന്നുണ്ട്. അപ്പം 11 ഇഞ്ച്. അപ്പോൾ അപ്പുറം തന്നെ നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുത്തു. പക്ഷേ ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമുക്ക്
ഇതിനെ താഴോട്ടൊന്ന് വരയ്ക്കാം. ഇതാ ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ കട്ടിങ് ലൈൻ. ഇതാ ഇത് കട്ടിങ് ലൈനാണ്. ഇത് വരുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ്. ഇതാ സ്റ്റിച്ചിങ് ലൈന്. ഇനി താഴോട്ട് നമ്മൾ സ്കെയിൽ വെച്ച് ഒരേപോലെ താഴോട്ട് നമ്മളത് വരച്ചു കൊടുക്കും. ഇതാ നമ്മളിതിന് താഴോട്ട് വരച്ചു. ഇത്രയുമാണ് നമുക്ക് മടക്കി തയ്ക്കാനുള്ള, സ്ലിറ്റിന്റെ മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ് ഇതാണ് സ്റ്റിച്ചിങ് ലൈൻ. ഇത് നമ്മുടെ കട്ടിങ് ലൈൻ. ഇനി നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിറക്കമാണ് എടുക്കേണ്ടത്. കഴുത്തിറക്കം വരുമ്പം 2.5 ഇഞ്ച് കഴുത്തിന് വൈഡ് കൊടുത്തു. 2.5 ഇഞ്ചാണ് കഴുത്തിന് വൈഡ് കൊടുത്തത്. അതാ 2.5 ഇഞ്ച് കഴുത്തിന് വൈഡ് കൊടുത്തു. കഴുത്തിന്റെ ഫ്രണ്ട് ഇറക്കം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു 6.5 ഇഞ്ച് എടുത്തു. 1/2 ഇഞ്ച് ഞാൻ കൂട്ടിയിട്ട് 1/2 ഇഞ്ച് കൂട്ടിയിട്ട്. അപ്പം നമ്മൾ കഴുത്തിന് വൈഡ് കൊടുത്ത് 2.5 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വൈഡ് കൊടുക്കുന്നത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതാ 3 ഇഞ്ച് നമ്മൾ വൈഡ് കൊടുത്തു. 3 ഇഞ്ച് വൈഡ് കൊടുത്തിട്ട് നമ്മളിതിനെ ഒരു ബോക്സ് പോലെ ഇതാ വരച്ചെടുത്തിട്ട് ഇനിയിപ്പം ബാക്ക് കഴുത്തും കൂടെ ഞാൻ ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം. അപ്പം ബാക്ക് കഴുത്ത് വരുന്നത് 4 ഇഞ്ചാണ്. ഇതാ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് 4.5 ഇഞ്ച് എടുത്തു. ഇതാ 4.5 ഇഞ്ച് എടുത്തിട്ട് ഇതാ ഇങ്ങനെ റൗണ്ടിൽ കഴുത്ത് വരച്ചു. ഫ്രണ്ട് നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് ഏത് കഴുത്ത് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിൽ ഫ്രണ്ട് കഴുത്ത് റൗണ്ട് കഴുത്ത് തന്നെ ഇതിന് ഫ്രണ്ടിന് ഞാൻ കൊടുക്കുന്നത് ഇതാ ഇങ്ങനെ ഇതിൽ വൈഡായിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ച്, ഇത് ബാക്ക് പീസിന്റെ അളവാണ്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് കുഴിച്ചു വെട്ടി കൊടുക്കും. ഇതാ ഇവിടെ ഇങ്ങനെ കുഴിച്ചു വെട്ടി കൊടുക്കും. അപ്പം കുഴിച്ചു വെട്ടി കൊടുത്തു. അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ചുരിദാറിന്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ സ്ലീവ് കട്ടിങ് മാത്രമേ ഉള്ളൂ. ഇനി മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇവിടുന്ന് താഴോട്ട് ലെങ്ത് എടുത്തു. 40 ഇഞ്ച് ലെങ്ത് ഉള്ള ചുരിദാറായിരുന്നു ഇത്. 40 ഇഞ്ച് ലെങ്തിലൂടെ ഞാൻ 2 ഇഞ്ച് കൂട്ടിയെടുത്തു. അപ്പം 42. അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡർ എടുത്തു. ഷോൾഡർ എടുത്തതിന് ശേഷം അതിൽ നിന്ന് 2.5 ഇഞ്ച് കഴുത്തകലം കൊടുത്തു. 2.5 ഇഞ്ച് കഴുത്തിന് വൈഡ് കൊടുത്തു. 4.5 ഇഞ്ച് ബാക്ക് കഴുത്തെടുത്തു. ഫ്രണ്ട് കഴുത്ത് 6.5 ഇഞ്ച് എടുത്തു. അപ്പൊ ഈ ഷോൾഡർ എത്ര കൊടുത്തോ അതേ 7.5 ഇഞ്ച് തന്നെ ഞാൻ താഴോട്ട് ആം ഹോളിനും കൊടുത്തു. 7.5 ഇഞ്ച് താഴോട്ട് കൊടുത്തു. അടുത്തത് നമുക്ക് വേണ്ടത് 3 വണ്ണമാണ് നമ്മുടെ ശരീരത്തു നിന്ന് എടുക്കേണ്ടത്. ഒന്ന് ചെസ്റ്റ് വണ്ണം, ഷേപ്പ് വണ്ണം, ഹിപ്പ് വണ്ണം. ഇതാണ് ചെസ്റ്റ് വണ്ണം വരുന്നത്. ഇതാണ് ഹിപ്പ് വണ്ണം. ഇത് ഷേപ്പ് വണ്ണം, ഇത് ഹിപ്പ് വണ്ണം. ഹിപ്പ് വണ്ണം എടുത്തു നമ്മൾ താഴോട്ട് സ്ലിറ്റിനായിട്ട് വരച്ചിട്ടു. അപ്പൊ മുകളിൽ നിന്ന് 20 ഇഞ്ചാണ് സ്ലിറ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെസ്റ്റ് വണ്ണം എടുത്തതിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത വണ്ണം ആയതുകൊണ്ട് 36 ഇഞ്ച് വണ്ണത്തിലുള്ള ചുരിദാറാണ് ഇത്. ബോഡിയിൽ നിന്ന് എടുത്ത അളവ് 36 ആണ്. അപ്പൊ 36-നോട് 4 കൂട്ടിയിട്ട് അപ്പൊ 40 ആയി. 40 ഇഞ്ചില് 10 ഇഞ്ച് ഞാൻ എടുത്തു. 40 ഇഞ്ചിന്റെ 4 എടുത്തിട്ട് 4 എടുത്തിട്ട് 10 ഇഞ്ച് എടുത്തു. ആ 10 ഇഞ്ചിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ വണ്ണം വരുന്ന ഷേപ്പ്, അത് മുകളിൽ നിന്ന് താഴോട്ട് 14 ഇഞ്ച് എടുത്തു. ഇവിടെ നിങ്ങോട്ട് മുകളിൽ നിന്ന് താഴോട്ട് 14 ഇഞ്ച് എടുത്തു. ഈ 14-ല് നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ണം എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പൊ ഈ 32-ന്റെ കൂടെ ഞാൻ 4 ഇഞ്ചും കൂടെ ലൂസ് ഇട്ടു 36 ആക്കി. ഈ 36-ന്റെ 4-ലൊന്ന് എടുത്ത് അത് 9 ഇഞ്ച് കിട്ടി. ആ 9 ഇഞ്ചിനോട് 1.5 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ ഈ അളന്നിട്ട് 9 ഇഞ്ചിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. ഇനി മുകളിൽ നിന്ന് താഴോട്ട് 20 ഇഞ്ചാണ് സ്ലിറ്റ് വരുന്നത്. അപ്പൊ സ്ലിറ്റിന്റെ ഭാഗത്ത് ഹിപ്പിന്റെ അളവ്, ഹിപ്പ് നമുക്ക് വേണ്ടത് 40 ഇഞ്ചാണ്. അപ്പൊ 40-ന്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി അപ്പൊ 44 ഇഞ്ച്. 44-നെ നമ്മൾ 4ആയിട്ട് 4-ലൊന്ന് എടുത്തപ്പം 11 കിട്ടി. ആ 11-ന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. ഇത് താഴോട്ട് നമ്മൾ വരച്ചിട്ടു. ഇത്രയും ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴെ ഭാഗം കട്ട് ചെയ്യുമ്പം ഇവിടെ വന്ന് ഒരു 1/2 ഇഞ്ച് ചരിച്ച് വേണം കട്ട് ചെയ്യാൻ. മുകളിലോട്ട് 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ താഴോട്ട്
തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം 1/2 ഇഞ്ച് ഒന്ന് ചരിച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പം പറഞ്ഞു തന്ന സമയത്ത് എനിക്കത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നമ്മൾ സ്ലിറ്റ് കൈക്കുഴി നമുക്ക് ഫ്രണ്ട് ഭാഗം എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അത് കാരണം ഞാൻ കട്ട് ചെയ്തില്ല. ഇനി കഴുത്ത് കട്ട് ചെയ്യാനുണ്ട്. ഇവിടെ താഴോട്ട് ബാക്കും ഫ്രണ്ടും. ഇതിപ്പോൾ 2 പീസാണ്. ഇത് ബാക്കും ഉണ്ട് ഫ്രണ്ടും ഉണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പം ഈ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അവിടെ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗം അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പം ഇതിൽ സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന വേസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് വേസ്റ്റ് ഇത്രയും മാത്രമേ നമുക്കുള്ളൂ. അപ്പം 3/4 സ്ലീവാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ വേസ്റ്റ് പീസിൽ നിന്ന് വേണം ചെയ്ത് വരാൻ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് അടയാളപ്പെടുത്താം ലെങ്ത്. ഇതിൻ്റെ സെൻറ്റർ വഴി നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്ലീവ് ചെയ്ത് കൊടുക്കാൻ. കാരണം നമുക്ക് ഇതിൽ നിന്ന് വേറെ പീസൊന്നും കിട്ടത്തില്ല. ഈ ഭാഗത്ത് നിന്ന് മാത്രമേ സ്ലീവ് എടുക്കാൻ പറ്റത്തുള്ളൂ. 3/4 ലെങ്ത് 3/4 ആയതുകൊണ്ട്. സ്ലീവിൻ്റെ അളവ് 11 ഇഞ്ച് ആണ്. അത് മാത്രമല്ല, നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും ഇതിൻ്റെ ലൈനുകൾ താഴോട്ടാണ് വരുന്നത്. ഇത് വൃത്തികേട്. അപ്പം ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുക്കുന്നത് നല്ലത്. അപ്പം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്താം. ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് സ്ലീവ് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഈ സ്ലീവ് കട്ട് ചെയ്യുകയാണേ. ഇവിടെ മുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് 11 ഇഞ്ച് ലെങ്താണ് ആവശ്യമുള്ളത്. അപ്പം 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുപ്പ് പോകും. 2 ഇഞ്ച് മടക്കാൻ. അപ്പം മടക്കി തയ്ക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ 13.5 ഇഞ്ച് ലെങ്താണ് എടുക്കുന്നത് താഴോട്ടെ. 13.5 ഇഞ്ച് ലെങ്ത് എടുത്തു. വണ്ണം നമുക്ക് ഇത്ര തന്നെ വണ്ണം ആവശ്യമുണ്ട്. അതുകൊണ്ട് വണ്ണം ഞാൻ പ്രത്യേകിച്ച് എടുക്കുന്നില്ല. ഇത്രയും വണ്ണം ഇതിനാവശ്യമുണ്ട്. പിന്നെ താഴെ സ്ലീവിൻ്റെ താഴത്തെ ഭാഗം വണ്ണം വരുന്ന 10.5 10.5 അതിൽ നമ്മൾ 5.5 ഇഞ്ച് എടുക്കുക. 5.5 ഇഞ്ച് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച്, ഇവിടെ 1/4 ഇഞ്ച് ഇവിടെ തെച്ചു പോകും. എന്നിട്ട് വേണം 5.5 ഇഞ്ച് എടുക്കാൻ. 5.5 ഇഞ്ച് എടുത്തു. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുത്തു. ഇനി മുകളിൽ നിന്ന് താഴോട്ട് 4 ഇഞ്ച് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് വരയ്ക്കാം. 4 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ 4 ഇഞ്ചിലോട്ട് ഷേപ്പ് ചെയ്തു. സ്ലീവ് ഷേപ്പ് ചെയ്തിട്ട് ഈ താഴോട്ട് യോജിപ്പിച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എടുത്തു. 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തു. ഇവിടെ താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് താഴെ കൊടുത്തു. എൻ്റെ അവസാനിക്കുന്നിടത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് താഴത്തെ വണ്ണം, ഇതിൻ്റെ കൈയുടെ താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 5.5 ഇഞ്ച് നമുക്ക് വേണം. മൊത്തത്തിൽ 11 ഇഞ്ച് വണ്ണമാണ്. അപ്പം 5.5 ഇഞ്ച് നമ്മൾ എടുത്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അപ്പം മുകളിൽ നിന്ന് നമുക്ക് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നമ്മൾ 4 ഇഞ്ച് ഒന്ന് ഇറക്കി ഷേപ്പ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചുരിദാർ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം. ഞാൻ ഇത്രയും താമസം എടുത്ത് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.